വിശുദ്ധ മഗ്ദലന മറിയം മാർത്തായുടെയും ലാസറിൻ്റെയും സഹോദരിയായിരുന്ന ബെഥനയായിലെ മറിയത്തിൽ നിന്നും ഭിന്നയായ മറ്റൊരു സ്ത്രീയായിട്ടാണ് മഗ്ദലന മറിയത്തെപ്പറ്റി ഗ്രീക്ക് സഭാപിതാക്കന്മാർ പരാമർശിക്കുന്നത്. ഐതിഹ്യങ്ങളിൽ പലപ്പോഴും മഗ്ദലന മറിയത്തെ ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള യേശുവിൻ്റെ പാദം കഴുകിത്തുടച്ച പാപിനിയായ സ്ത്രീയായിട്ടും, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന മർത്തായുടെയും ലാസറിൻ്റെയും സഹോദരിയുമായിരുന്ന ബെഥനയായിലെ മറിയവുമായിട്ടാണ് പരാമർശിച്ചിട്ടുള്ളത്. AD 6-ാം നൂറ്റാണ്ടിലെ മഹാനായ ഗ്രിഗറിയുടെ അഭിപ്രായത്തിൽ വിശുദ്ധ ലിഖിതങ്ങളിൽ കാണുന്ന ഈ 2 സ്ത്രീകളും ഒരാൾ തന്നെയാണ്. അതായത് ബെഥാനിയായിൽ നിന്ന് വരികയും പാപപങ്കിലമായ ജീവിതം നയിച്ചതിന് ശേഷം യേശുവിൻ്റെ ശിഷ്യയുമായി തീർന്ന മഗ്ദലന മറിയം ഒന്ന് തന്നെയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഈ ഐതിഹ്യം തലമുറകളായി മഗ്ദലന മറിയത്തെ അനുതാപത്തിൻ്റെ മാതൃകയായി ആദരിക്കുന്നതെന്ന കാര്യം വിശദീകരിക്കുന്നു. യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം അവിടുത്തെ ദർശനം ലഭിച്ച ആദ്യത്തെ സാക്ഷിയാണ് മഗ്ദലന മറിയം. അവൾ യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യയായിരുന്നു. ദുഃഖവെള്ളിയാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് പരിശുദ്ധ മാതാവിനോടൊപ്പം മഗ്ദലന മറിയവും യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. ആ കഠിനമായ മണിക്കൂറുകളിൽ പോലും അവൾ മാതാവിൻ്റെ പാർശ്വത്തിൽ നിലകൊണ്ടു. ഉദ്ധാന ദിവസം രാവിലെ മറ്റുള്ള സ്ത്രീകൾക്കൊപ്പം മഗ്ദലന മറിയവും യേശുവിൻ്റെ കല്ലറയിൽ പോയി. കല്ലറയ്ക്ക് സമീപം പൂന്തോട്ടത്തിൽ വെച്ച് യേശു അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന കാര്യം അപ്പസ്തോലന്മാരെ അറിയിച്ചത് മഗ്ദലന മറിയമാണ്. തുടർന്നാണ് പത്രോസും യോഹന്നാനും എന്താണ് സംഭവിച്ചതെന്നറിയുവാൻ കല്ലറയിലേക്ക് ഓടുന്നത്. കഫർനാമിനും തിബേരിയാസിനും ഇടയിൽ ഗലീലി കടൽ തീരത്തുള്ള ഒരു മുക്കവ ഗ്രാമമായ മഗ്ദലനയിൽ നിന്നുമാണ് അവൾ വരുന്നത്. മഹാപാപിനി എന്ന നിലയിലാണ് അവൾ അറിയപ്പെട്ടിരുന്നത്. തെരുവുകളിലൂടെ അലഞ്ഞ അവൾ ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചും യേശു പ്രസംഗിക്കുന്നത് കേട്ടതിന് ശേഷം തൻ്റെ ജീവിതം നവീകരിച്ചു. വിശുദ്ധ മഗ്ദലന മറിയം മഹത്തായ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു. യേശുവിനോട് ചേർന്നിരുന്നു കൊണ്ട് മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സത്യത്തെ ഗ്രഹിക്കുകയും ആ സ്നേഹത്തിനും സാക്ഷ്യം വഹിക്കുവാൻ തൻ്റെ ജീവിതം മുഴുവനും ചിലവഴിച്ചവളുമാണ് വിശുദ്ധ മഗ്ദലന മറിയം. വിശുദ്ധ മഗ്ദലന മറിയത്തിൻ്റെ തിരുനാൾ ഏറ്റവും നിഗൂഢമായ ഒരു തിരുനാളായിട്ടാണ് പരിഗണിച്ചു വരുന്നത്. മഗ്ദലന മറിയത്തെ എവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നതെന്ന് ആർക്കും അറിവില്ല. ഐതിഹ്യമനുസരിച്ച് അവൾ തൻ്റെ ജീവിതത്തിലെ അവസാന നാളുകൾ ചിലവഴിച്ച ഫ്രാൻസിലെ പ്രൊവൻസയിലെ ഗുഹയിൽ വെച്ചാണ് വിശുദ്ധ മരണപ്പെട്ടതെന്നാണ് ഐതിഹ്യം. മാരിടൈം ആൽപ്സിലെ വിശുദ്ധ മാക്സിമിൻ ദൈവാലയത്തിലാണ് അവളുടെ ഭൗതിക ശരീരം ഉള്ളതെന്ന് ഒരു അഭിപ്രായമുണ്ട്. മറ്റൊരു അഭിപ്രായമനുസരിച്ച് യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം വിശുദ്ധ യോഹന്നാൻ്റെ കൂടെ അവൾ എഫേസൂസിലേക്ക് പോയെന്നും അവളെ അവിടെ തന്നെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് എന്നുമാണ്. ഒരു ഇംഗ്ലീഷ് തീർത്ഥാടകനായ വിശുദ്ധ വില്ലിബാൾഡ് 8-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ നഗരിയിലേക്കൊരു തീർത്ഥയാത്ര നടത്തിയപ്പോൾ അവിടെ വെച്ച് വിശുദ്ധയുടെ ശവകുടീരം കണ്ടതായി പറയുന്നു.